നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിൽ നല്ല ആകർഷകമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്പിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതാണ് ആപ്പ്. ഇതിൽ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിൽ മാത്രമല്ല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ ഉള്ള കവർ ഫോട്ടോകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആപ്പിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ആഡ്സൊക്കെ വരും, അതൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ റേഷ്യോ ഏത് സൈസാണ് വേണ്ടതെന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും യൂട്യൂബിൻ്റെ കവർ, തമ്പനെയിൽ, ടാബ്ലറ്റ്, ഡിസ്പ്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ തമ്പനെയിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തമ്പനെയിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കുറേ ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരും. നമ്മുടെ തമ്പനെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ ഗാലറിയിൽ നിന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കളർ കൊടുക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റായിട്ട് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് കളറിൽ സെലക്ട് ചെയ്ത് വൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കഴിഞ്ഞു. അതിനുശേഷം ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ താഴെ ടെക്സ്റ്റ് എന്നൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ആരോയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതിനെ ഏത് സൈസ് ഓണാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് നീക്കി ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ബോൾഡ്, ക്യാപിറ്റൽ, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഇതൊക്കെ നമുക്ക് ഈ താഴെയുള്ള ഈ സിമ്പലുകൾ അടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഫോണ്ടാണ്. ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ നല്ല നല്ല ഫോണ്ടുകളുണ്ട്. ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം കളർ ആൻഡ് സ്പേസ് ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഷാഡോ, ഔട്ട്ലൈൻ ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ഔട്ട്ലൈൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഔട്ട്ലൈൻ കളർ കൊടുത്തിട്ട് താഴെ സൈസ് കൂട്ടി കൊടുത്താൽ മതി. നമ്മൾ ടെക്സ്റ്റ് കൂടുതൽ എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തുള്ളത് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഇമേജ്, ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് തമ്പനെയിലിൻ്റെ കൂടെ ഏതെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ ലോഗോസോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ഇമേജ് എന്ന ഓപ്ഷൻ എടുക്കാം. യൂസ് ഗാലറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിന്ന് ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജസ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ വയ്ക്കാനുള്ള പിക്ചേഴ്സെല്ലാം ഞാൻ വച്ച് കഴിഞ്ഞു. പിന്നെ ഇതിൽ മലയാളം വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ബാക്കി എഡിറ്റിങ്സ് ഞാൻ സ്പീഡിലൊന്ന് അടിച്ച് കളയുകയാണ്. അതിനുശേഷം സേവിങ് ഓപ്ഷൻ കാണിച്ചു തരാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മുകളിൽ. അപ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിൽ സേവ് ആകുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തമ്പനെയിൽ, അതുപോലെ പല സൈസിൽ പോസ്റ്ററുകൾ, അങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടാക്കണമെങ്കിലും നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും.